നമുക്കിന്ന് വേപ്പെണ്ണ അല്ലെങ്കിൽ നീം ഓയിലിൻ്റെ ഗുണത്തെക്കുറിച്ചറിയാം. നിങ്ങളുടെ കൈകാലുകളിലോ സൂര്യപ്രകാശം കൊണ്ടോ അല്ലെങ്കിൽ കൈകളിൽ ഓഫീസ് കസേരകളിലെ നിരന്തരമായ ഉരസലിലൂടെയോ കറുത്ത പാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് വേപ്പെണ്ണ. സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ സ്കിൻ വളരെ ഡ്രൈ ആയി ക്രമേണ അതിൽ തടിപ്പും ചൊറിച്ചിലുമായി കാണാറുണ്ട്. എത്ര ക്രീം തേച്ചാലും അത് നമ്മൾ മാറ്റാനായി പല ക്രീമുകളും പുരട്ടി നോക്കും. പക്ഷേ എത്ര ക്രീം തേച്ചാലും അത് മാറാറില്ല, അത് കുറയാറില്ല. അതിനുള്ള പ്രതിവിധി വേപ്പെണ്ണയിലുണ്ട്. അതാണെങ്കിൽ വേപ്പെണ്ണ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കും മുഖക്കുരുവിന് ശമനം കിട്ടാൻ ഇത് ഉപയോഗിക്കാം. മുഖക്കുരു വന്ന പാടുകൾ മാറ്റാനും വേപ്പെണ്ണ നല്ലതാണ്. ആ മുഖക്കുരു വന്ന പാടുകളിൽ ഒരല്പം തുണിയിലോ കോട്ടണിലോ മുക്കി ഒരല്പനേരം അതിലിങ്ങനെ വെച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാൽ ക്രമേണ അത് മാറിപ്പോകും. ഇതൊരു നല്ല ആൻറ്റി ഫംഗലും ആൻറ്റി ബാക്ടീരിയലുമാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ കെയറിനും തലയോട്ടിയുടെ ആരോഗ്യം കൂട്ടി മുടി വളർച്ചയ്ക്കും നല്ലതാണ്. താരനെല്ലാം പോകാനും നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കാം. വേപ്പെണ്ണ ഒരിക്കലും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്, അത് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലിലോ ആൽമണ്ട് ഓയിലിലോ ചേർത്ത് വേണം തേക്കാൻ. കൈകളിലുണ്ടാകുന്ന ചൊറിച്ചിലും കറുത്ത നിറവും മാറാൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഇതിനായിട്ട് 1 ടീസ്പൂൺ വേപ്പെണ്ണ, 1 ടീസ്പൂൺ വേപ്പെണ്ണ, വേപ്പെണ്ണ 1 ടീസ്പൂൺ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിനായിട്ട് ഒന്നുകിൽ നമുക്ക് ആൽമണ്ട് ഓയിൽ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ വേപ്പെണ്ണ, 3 ടേബിൾ സ്പൂൺ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ ഏറെ എഫക്റ്റീവാണ്, കോക്കനട്ട് ഓയിൽ മതി. ഡയറക്റ്റ് ഡൈല്യൂട്ട് ചെയ്ത് വേണം ഇത് വയ്ക്കാൻ. അതിനുശേഷം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം കയ്യിലെടുക്കണം. അല്പം കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ മുഴുവനും നമുക്ക് എവിടെയാണോ നിറമുള്ളത് അവിടെ അപ്ലൈ ചെയ്തിട്ട് ബാക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. എന്നിട്ടിത് പിന്നെ രണ്ട് നമ്മൾ തിരുമ്മി ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം എവിടെയാണോ നമുക്ക് നിറം ഉള്ളത്, കറുപ്പ് നിറമുള്ളത്, ഇവിടെ നമുക്കിങ്ങനെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സർക്കുലർ മോഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. എവിടെയൊക്കെയാണോ നമുക്ക് കറുപ്പ് നിറമുള്ളത് ഇവിടെയെല്ലാം ഇങ്ങനെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ കൂടുതൽ കറുപ്പ് നിറമുള്ളിടത്ത് ഒരല്പം പ്രഷർ കൊടുത്തിട്ട് ചെയ്യും. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് ഇങ്ങനെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം എണ്ണ അബ്സോർവ് ആയിട്ടിടും. അബ്സോർവ് ആകുമ്പോൾ നമുക്ക് രണ്ടാമത് ഒന്നും കൂടെ അല്പം കൂടി എടുത്തിട്ട് അതുപോലെ തന്നെ ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള ഒരിതാണ്, പെട്ടെന്ന് എഫക്റ്റീവ് ആവുന്നതാണ്. പക്ഷേ ഇതിലൊരു നല്ലൊരു സ്മെല്ലുണ്ട്. ഈ വെളുത്തുള്ളിയുടെ ഒരു സ്മെല്ല് പോലെ സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ വെച്ചേക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് അത് കഴുകി കളയുകയോ കുളിക്കുകയോ ചെയ്യും. ഇങ്ങനെ സർക്കുലർ മോഷനിൽ ചെയ്ത് ഒരു 10 ദിവസം, ഒരാഴ്ച, ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്കും ഇവിടെ കറുപ്പ് നിറം മാറി വെളുക്കാൻ തുടങ്ങും. അവിടെയെല്ലാം അതുപോലെ തന്നെ എന്തെങ്കിലും കുരുക്കളോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം മാറും.
രാത്രിയിൽ വേപ്പെണ്ണ തേച്ച് കൊണ്ട് ഉറങ്ങരുത്. ഇത് ഒരുപാട് നേരം വയ്ക്കേണ്ടതില്ല. ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഉപയോഗത്തിന് മുൻപായി അലർജി ഒന്നും ഇല്ല എന്ന് അല്പം പുരട്ടി നോക്കി ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്, പുരാതന കാലം തൊട്ട് നമ്മുടെ പൂർവികരോ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിൽ അലർജിക്കൊന്നും ഇത് വഴിയില്ല. പിന്നെയും ഇപ്പോഴത്തെ കാലാവസ്ഥയും എല്ലാം കൊണ്ട് ആളുകളുടെ സ്കിന്നെല്ലാം വളരെ സെൻസിറ്റീവായിരിക്കുന്നത് കൊണ്ട് ഒരു അലർജി ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പുരട്ടി നോക്കാം, അലർജി ടൈപ്പുള്ള സ്കിന്നാണെങ്കിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.